ക്യാറ്റ്ലെസ് സ്കിൽ ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് KSUവും സർക്കാരും തമ്മിൽ വലിയ പോരാട്ടം നടക്കുകയാണെന്ന തരത്തിലുള്ള എല്ലാ വാർത്തകൾ പുറത്തു വരാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. ഇത്രയും ദിവസം ഉത്തരവാദിത്തപ്പെട്ട സംഘടന പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളെന്ന രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരുന്നത്. പക്ഷേ ചില ആളുകൾ ബോധപൂർവമായി ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും കരിവാരി തേക്കുന്നതിന് വേണ്ടിയിട്ട് തെറ്റായ പ്രചരണങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ വലിയ പാരമ്പര്യമുള്ള കാമ്പുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്തുന്ന പാരമ്പര്യമുള്ള KSUവിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധികൾ എന്ന രീതിയിൽ പ്രതികരിക്കാതിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഉയർന്നു വന്നത് 2 ആളുകളുടെ പേരിലാണ്. TS ശരത് എന്ന് പറയുന്ന ആള് സംഘപരിവാർ ബന്ധമുള്ള ആളാണെന്നും ജിയോണ എന്ന് പറയുന്ന ആള് SFI ബന്ധമുള്ള ആളാണെന്നും പറഞ്ഞുകൊണ്ടാണ് നിരന്തരമായി മുഖ്യമന്ത്രിക്കെതിരെയും ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. ഇതിൽ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിലൊരു ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയാണ്. സ്വാഭാവികമായും ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു ലിസ്റ്റ് മുഖ്യമന്ത്രിയും സർക്കാരും പരിഗണിക്കുമ്പോൾ അത് സ്വാഭാവികമായും ഇന്ത്യൻ ലോയേഴ്സിന്റെ ഔദ്യോഗികമായ ലിസ്റ്റാണ് പാർട്ടിക്ക് പരിഗണിക്കാൻ കഴിയുള്ളൂ. ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ശരത് എന്ന് പറയുന്ന ആളുടെ മെമ്പർഷിപ്പിന്റെ കോപ്പിയാണിത്. 2019 മുതൽ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും മെമ്പർഷിപ്പുമുള്ള ആളാണ് ശരത് എന്ന് പറയുന്ന ആള്. അപ്പോൾ ഇത്രയും അധികം നാളുകളായി, അതായത് 2ാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ തന്നെ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാൾ, അത്തരത്തിലുള്ള ഒരാളെ കുറിച്ചാണ് നിരന്തരം ആരോപണം ഉന്നയിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ പറയുന്ന ആള് തഴക്കര യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയും കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ അന്നത്തെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായി മത്സരിച്ച ടിജിൻ ജോസഫിന് വേണ്ടി ഏകദേശം 150-ലധികം വോട്ടുകൾ ചേർത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ശരത് എന്ന് പറയുന്ന ആള്. ഈ ടിജിൻ ജോസഫ് ഇന്നും സജീവ സംഘടനാ പ്രവർത്തനത്തിലുള്ള ഒരാളാണ്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒക്കെ സാരഥ്യത്തിലുള്ള ഒരാളാണ്. അദ്ദേഹത്തോട് പ്രസിഡന്റാണ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹത്തോട് നിങ്ങൾക്ക് വാർത്താമാധ്യമങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം, അദ്ദേഹം അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. മറ്റു പ്രധാനപ്പെട്ട വസ്തുത, KSU നിരന്തരമായി ഇതിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഇതൊരു കേസിന്റെ ഡീറ്റെയിൽസ് ആണ്. സിംജോ സാമുവൽ സക്രി എന്ന് പറയുന്ന KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് വേണ്ടി ഈ പറയുന്ന വക്കീല് ഹാജരായിട്ടുള്ള TS ശരത് ഹാജരായിട്ടുള്ള കേസിന്റെ ഡീറ്റെയിൽസ് ആണ്. MG യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് KSUവിന്റെ ഒരു കേസ് വാദിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ഇതേ വക്കീല് തന്നെ സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും സമാനമായി പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി KSUവിന് വേണ്ടി കോടതിയിൽ ഹാജരായിട്ടുണ്ട്. ഇത് എറണാകുളം ജില്ലാ പ്രസിഡന്റാണ് KM കൃഷ്ണലാല്. ഈ ജില്ലയിൽ തന്നെ KSU പ്രവർത്തകർക്ക് വേണ്ടി നിരവധി കേസുകളിൽ ഹാജരായിട്ടുള്ള ഒരാളെയാണ് ഇവർ നിരന്തരം സംഖ്യയാക്കാൻ ശ്രമിക്കുന്നത്. MG യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് വേണ്ടി അടക്കം ഹാജരായിട്ടുള്ള വക്കീലിനെതിരെ നിരന്തരം KSUവിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ വാർത്ത കൊടുക്കുമ്പോൾ അത് എന്ത് താല്പര്യത്തിന്റെ പുറത്താണ്? ഇനി KSU സംസ്ഥാന പ്രസിഡന്റിനും ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്കും അത്തരത്തിലൊരു കൺസേൺ ഉണ്ടെങ്കിൽ അത് ആദ്യം പറയേണ്ടത് എവിടെയാണ്? പാർട്ടിയുടെ KPC പ്രസിഡന്റ് മുഖ്യമന്ത്രിയെ വിശ്വാസമില്ലെങ്കിൽ, മുഖ്യമന്ത്രിയോട് ഏതെങ്കിലും തരത്തിലുള്ള അലോഹ്യമുണ്ടെങ്കിൽ, പാർട്ടിക്ക് KPCC ഒരു പ്രസിഡന്റുണ്ട്. ഇതുവരെയും ഔദ്യോഗികമായി KPCCക്കോ മുഖ്യമന്ത്രിക്കോ ഒരു പരാതി നൽകാൻ തയ്യാറായില്ല. ഇപ്പൊ കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചു എന്ന തരത്തിൽ വലിയ വാർത്തയുണ്ട്. ഒരു വിഷയത്തിൽ എപ്പോഴാണ് കൂടിക്കാഴ്ച നടത്തേണ്ടത്? ഡസൻ കണക്കിന് മീഡിയ ബൈറ്റുകൾ നൽകി നിരവധിയായ ആക്ഷേപങ്ങൾ സമൂഹത്തിലും പൊതുസമൂഹത്തിലും ഉന്നയിച്ച് ഏറ്റവും ഒടുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഇതിൽ ഞാൻ പരിഗണിക്കാൻ കാരണം ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി തന്ന ലിസ്റ്റ് പ്രകാരമാണെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ മാത്രമാണ് സംസ്ഥാന പ്രസിഡന്റ് കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിക്കുന്നത്. അപ്പോൾ പ്രശ്ന പരിഹാരമല്ല ചില ആളുകളുടെ ലക്ഷ്യം. മനഃപൂർവ്വം ഗവൺമെന്റിനെയും സർക്കാരിനെയും കരിവാരിത്തേക്കുക. കൂടിക്കാഴ്ചയ്ക്ക് ആദ്യത്തിൽ തന്നെ അവസരമുണ്ടായിരുന്നല്ലോ. ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏത് സമയവും ആരെയും കാണാൻ തയ്യാറായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വസതിയിലും സമയം അനുവദിക്കുന്ന ഒരാളാണ്. ഇന്നലെ നമ്മളെല്ലാം കണ്ടു ഒരു പൊതുപരിപാടി, തേവര കോളേജിൽ നടക്കുന്ന ഒരു പൊതുപരിപാടി. ആ പൊതുപരിപാടിയിൽ മുഴുവൻ മീഡിയയും സാക്ഷി നിർത്തിക്കൊണ്ടാണ് KSU സംസ്ഥാന പ്രസിഡന്റ് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇത്തരം ഒരു ഗൗരവതരമായ വിഷയം സംസാരിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ഇത്തരം ഗൗരവ സ്വഭാവമുള്ള പാർട്ടിക്കകത്ത് ഇന്ത്യയിലായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് സംസാരിക്കേണ്ടത് മുഴുവൻ മാധ്യമങ്ങളെയും ചേർത്ത് നിർത്തിയാണോ മുഖ്യമന്ത്രി എടുത്ത് സംസാരിക്കാൻ പോകേണ്ടത്? അപ്പോൾ ഇത് ചില അജണ്ടകളുടെ ഭാഗമായിട്ടാണ്. ചില മോഹഭംഗങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ, ചില മോഹഭംഗങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന ചില വൈരാഗ്യത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ മനഃപൂർവ്വം കരിവാരിത്തേക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ സംഘപരിവാർ ബന്ധമുണ്ടായിരുന്ന, സംഘപരിവാറിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന എത്രയോ പേർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. CPM ആയിരുന്ന എത്രയോ പേർ മത്സരിച്ചു. അവരെ ആരെങ്കിലും ഇരിക്കരുതെയും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടോ?
ഒരാൾ കഴിഞ്ഞ കാലങ്ങളിൽ സംഘപരിവാർ ആയിരുന്നെങ്കിൽ അയാൾ ജനാധിപത്യ മതേതര ചേരിയിലേക്ക് വരുമ്പോൾ അവരെ ചേർത്ത് നിർത്തുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് സന്ദീപ് വാര്യരെ പോലുള്ള കൂടുതൽ ആളുകൾ ഈ പാർട്ടിയിലേക്ക് വരികയുള്ളൂ. എല്ലാ കാലവും കോൺഗ്രസ് ആയിരിക്കുന്നവർ കോൺഗ്രസും BJP ആയിരിക്കുന്നവർ BJPയും CPM ആയിരിക്കുന്നവർ CPM ആയിരുന്നാൽ മതിയോ? കോൺഗ്രസിലേക്ക് പുതിയ പുതിയ ആളുകൾ കടന്നു വരുന്നുണ്ട്. പ്രതിപക്ഷത്ത് കോൺഗ്രസ് ഇരുന്ന കാലയളവിൽ 2019 മുതൽ ലോയേഴ്സ് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉയർന്നു. നിരവധി തവണ അത് പലയിടങ്ങളിലും ചർച്ചയായി. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ഈ പേരുകളിൽ പറയപ്പെട്ട ആളുകൾ, ഈ ആക്ഷേപങ്ങൾ ഉന്നയിച്ച ആളുകൾ പാർട്ടിയിലും മുന്നണിയിലും മന്ത്രിസഭയിലും മറ്റു പല ആരോപണങ്ങളും ഉയർന്നു. ചില മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട്, ചില മന്ത്രിമാരുടെ ഡ്രൈവർ നിയമനവുമായി ബന്ധപ്പെട്ട്, അങ്ങനെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നപ്പോഴും അവിടെയൊന്നും KSU പ്രവർത്തകരുടെ വികാരത്തെയോ പാർട്ടിയുടെ വികാരത്തെയോ ഇതിനു വേണ്ടി സംസാരിക്കാത്ത ആളുകൾ ഗവൺമെന്റ് ലീഡർ നിയമനത്തിൽ മാത്രം ഈ ആശങ്ക ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ്? അതാണ് മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ മന്ത്രിസഭയുടെ ശോഭ കെടുത്തുന്നതിന് വേണ്ടിയിട്ട് ബോധപൂർവം ചില ആളുകൾ ശ്രമിക്കുകയാണ്. ഇനി ലോയേഴ്സ് കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റ്, ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ ലിസ്റ്റ് പ്രകാരമാണ് ഇത്തരത്തിലുള്ള നിയമനം നടന്നിട്ടുള്ളത്. ഈ നിയമനങ്ങളിൽ സ്വാഭാവികമായും പല തരത്തിലുള്ള ചർച്ചകൾ സ്വാഭാവികമായും നടന്നിട്ടുണ്ടാകും. പല ആളുകളും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാകും. പല നേതാക്കളുടെ ഭാഗത്തും റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ടാകും. അത്തരത്തിലുള്ള റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾക്ക് നിയമനം കിട്ടിയത്. പക്ഷെ ആ നിയമനങ്ങളിലെ ആശങ്ക പാർട്ടി വേദിയിൽ പറയാനും കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാനും സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരമായി ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് KSU പോലുള്ള വിശാലമായ ഒരു ജനാധിപത്യ മതേതര പ്രസ്ഥാനത്തിന് ചേർന്നല്ല. ആരെയും സംഘി ചാപ്പ കുത്തി മാറ്റി നിർത്തുന്നതല്ല KSUവിന്റെ രാഷ്ട്രീയം. ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്ന മുദ്രാവാക്യമാണ് KSU വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നിരന്തരമായി ഇത്തരത്തിൽ ഒരാളെ സംഘപരിവാർ ചാപ്പ കുത്തുമ്പോൾ, ഞാൻ ഈ പറഞ്ഞു, ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ പങ്കെടുത്ത ആൾ, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി സിംജോ സാമുവൽ സക്രിയയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ ആൾ, കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി കോടതിയിൽ ഹാജരായ ആൾ, എറണാകുളത്തെ KSUവിന്റെ കേസുകൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ ആൾ, ഇത്തരം ഒരാൾ പെട്ടെന്നൊരു ദിവസം പ്ലീഡർ നിയമനം വരുമ്പോൾ മാത്രം എന്തുകൊണ്ട് സംഘപരിവാറായി മാറുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ടായിരിക്കും സംസ്ഥാന അധ്യക്ഷന് മനസ്സിലാവാത്തത്? ഞങ്ങളിപ്പോൾ ഇത്തരത്തിൽ പ്രതികരിക്കാൻ കാരണം ഇത് KSUവിന്റെ ജില്ലാ പ്രസിഡന്റാണ്. എന്റെ ചുറ്റും നിൽക്കുന്ന KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ആളുകളുമാണ്. പ്രിയപ്പെട്ട അൻസിൽ ജലീൽ ആലപ്പുഴയിൽ നിന്നുള്ള സംസ്ഥാന ഭാരവാഹിയാണ്. അപ്പോൾ